ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എണീക്കാൻ വേണ്ടിയിട്ട് സമയം 6:30 അപ്പോൾ തന്നെ ഞാൻ ചോറ് വെച്ച് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മാവുണ്ടായിരുന്നു, അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയുമാണ്. അപ്പം ഞാൻ മുട്ടക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെയൊക്കെല്ലാം അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് തക്കാളി, മസാലപ്പൊടികളെല്ലാം ഇട്ട് മുട്ടയെല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ഒരു കുറുകിയ രീതിയിലാണ് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ടക്കറി, ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇന്നാണെങ്കിൽ കാലാവസ്ഥ രാത്രിയൊന്നും മഴ പെയ്തില്ല, രാവിലെ നല്ലൊരു മഴ പെയ്തു ഇവിടെയൊക്കെ. ഇന്ന് ഫുൾ മഴയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ സമയത്തൊക്കെ മഴ കുറവുണ്ട്. പ്രത്യേകിച്ച് മൊത്തത്തിൽ മഴ കുറവുണ്ട്. അപ്പോൾ രാവിലെ നല്ലൊരു മഴയായിരുന്നു. എന്തായാലും കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയങ്ങളിലൊക്കെ എന്നും മഴയായിരിക്കും. അപ്പോൾ ഞാൻ ഉള്ളിയെല്ലാം വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ടയിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെയാണ് ഈ കറി നന്നായിട്ടുണ്ടാവുക. പിന്നെ ഞാനിതാ ചായ വയ്ക്കുകയാണ്. ഈ ഒരു ചായ എന്നും രാവിലെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്നറിയില്ല, എനിക്കങ്ങനെയാണ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് ഞാൻ ഇരിക്കും കേട്ടോ. അങ്ങനെ ചായയും കുടിച്ചു. പിന്നെ ഇതാ ചീര തോരൻ വയ്ക്കുകയാണ്. നമ്മുടെ തകരച്ചീര പറഞ്ഞിട്ടൊരു ചീരയുണ്ട്, അതാണ് തോരൻ വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നമ്മുടെ ശരീരത്തിനും ഏറ്റവും നല്ലതാണ്. ഇതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഇലയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിന് നമ്മൾ പച്ചില പറിച്ചിട്ട് മണക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതരമാണ്, പക്ഷേ ഉപ്പേരി വയ്ക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതാണ് ഇന്ന് തോരൻ വയ്ക്കുന്നത്. തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു രീതിയിലാണ്. നല്ല ചീരയാണ് കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ചീരയാണ്. കുറച്ച് ഇല എടുക്കുകയാണെങ്കിൽ ഇത് അരിഞ്ഞാലും അങ്ങനെ കുറഞ്ഞു പോവില്ല, നല്ലതാണ്. ഞങ്ങളുടെ തൊടിയിലും ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങളിത് ഈ മഴ സമയമാകുമ്പോൾ നല്ല സീസണാണ് കേട്ടോ ഇതിൻ്റെ, ഞങ്ങളെപ്പോഴും വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതാ ചീര പിന്നെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അങ്ങനെ നല്ല രീതിയിലാണ് വെച്ചത്, അതായിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്നലത്തെ മാവാണ്, അത് തന്നെയാണ് ഇന്നും അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പവും മുട്ടക്കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അതും കൂടി ഉണ്ടാക്കി ഇതാ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സമയം 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അപ്പവും മുട്ടക്കറിയും കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി റിയ സ്കൂളിലൊക്കെ പോയി ചോറും പിന്നെ ചീരത്തോരനുമാണ് കൊണ്ടുപോയത്. അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ച് 8:30 ആകുമ്പോൾ അവളും പോകും. അങ്ങനെ അവളും പോയി. ഇനി ബാക്കിയുള്ള പണികളാണ്, ക്ലീൻ ചെയ്യലും പാത്രം കഴുകലും അങ്ങനെയുള്ള പണികളൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ അപ്പമൊക്കെ കഴിച്ചു, പാത്രമൊക്കെ കഴുകി ഇത് അടുക്കളയൊക്കെ തുടച്ചെടുക്കുകയാണ്. ഇന്നലെ തുടച്ചുകൊണ്ട് ഇന്ന് തുടച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.